പ്രിയ വിദ്യാർത്ഥികളെ, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ ചാപ്റ്ററായ ഇൻട്രഡക്ഷൻ ടു മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്ററായ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. We already know that the term financial statement. The financial statements are the statements prepared by the organizations for the purpose of ascertaining or exhibit the financial conditions and the financial results of the organization. Then the main two statements are there, that is income statement and balance sheet. Okay. അപ്പോൾ നമുക്ക് വിശദമായ ക്ലാസ്സിലേക്ക് കടക്കാം. ഫിനാൻഷ്യൽ അനാലിസിസ്, otherwise called ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു ഓർഗനൈസേഷൻ്റെത്. അത് അക്കൗണ്ടിംഗ് പീരീഡിന്റെ അവസാനമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ അനലൈസ് ചെയ്യുന്നതിനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഫോർ ദ പർപ്പസ് ഓഫ് അസർടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഫിനാൻഷ്യൽ കണ്ടീഷൻസ്. ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിസൾട്ട് അറിയുവാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ റിസൾട്ട് കണ്ടുപിടിക്കാനാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും, ഫിനാൻഷ്യൽ കണ്ടീഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ബാലൻസ് ഷീറ്റും ഒരു അക്കൗണ്ടിംഗ് പീരീഡിന്റെ അവസാനമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് നടത്തുന്നതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വിശദമായിട്ട് നോക്കാം. ദ വേർഡ് അനാലിസിസ് ഇസ് ലിറ്ററലി മീൻസ് to break into parts or cutting down into parts or break into parts എന്നാണ് ഒരു അനാലിസിസ് എന്ന് പറയുന്ന വാക്കിന്റെ ശരിയായ ലിറ്ററലി മീൻ എന്ന് പറയുന്നത് ടു ബ്രേക്ക് ഇൻ ടു പാർട്സ്. അപ്പോൾ നമ്മളൊരു വലിയൊരു സംഭവത്തെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുകയാണ്. ഇതിന് ഫോർ വാട്ട് പർപ്പസ്? നമ്മൾ അതിന്റെ ഓരോ കാര്യങ്ങളും വിശദമായിട്ട് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നിനെ നമ്മൾ ബ്രേക്ക് ഇൻ ടു പാർട്സ് ആക്കുകയാണെങ്കിൽ അതിന് അനാലിസിസ് എന്ന് പറയാം. Analysis simply refers to the simplification of data in a view to derive a more information. We want to derive a more information. That purpose, we simplify the entire data into very simplified form. അപ്പോൾ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡാറ്റനെ സിംപ്ലിഫിക്കേഷൻ നടത്തുകയാണ്. അതുവഴി നമുക്ക് അതിൽ നിന്ന് കൂടുതൽ ഇൻഫോർമേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ് റെഫേഴ്സ് ടു ദ മേക്കിംഗ് ദ ഡാറ്റ ടു സ്പീക്ക്. ഡാറ്റ മേക്ക് ടു സ്പീക്ക്, നമ്മൾ ഡാറ്റയെ സ്പീക്കിലേക്ക് മാറ്റുന്നതാണ്, അല്ലെങ്കിൽ ഡാറ്റയെ ഒരു ഇൻഫോർമേഷൻ ആക്കി മാറ്റുന്നതിനെയാണ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇറ്റ് സിംപ്ലി മീൻസ് അനാലിസിസ് സിംപ്ലി മീൻസ് സിംപ്ലിഫിക്കേഷൻ ഓഫ് ഡാറ്റ വിത്ത് എ വ്യൂ ടു ഡിറൈവ് മോർ ഇൻഫോർമേഷൻ. Financial statement analysis refers to the simplification of financial data in the financial statement. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെട്ട ഫിനാൻഷ്യൽ ഡാറ്റയെ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിംപ്ലിഫിക്കേഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ ഡാറ്റ ഇൻവോൾവ്ഡ് ഇൻ ദ അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈസ് കോൾഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. It's a process of analyzing the information contained in the financial statement to judge the profitability and financial soundness of the firm. നമ്മൾ പറഞ്ഞ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെയാണ് ബിസിനസിന്റെ ഫിനാൻഷ്യൽ കണ്ടീഷനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിസൾട്ടും മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ അതിലുള്ള ഓരോ ഐറ്റംസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി നടത്തുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. The term financial statement analysis include both analysis and interpretation. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ അനാലിസിസ് മാത്രമല്ല, അതിൽ ഇന്റർപ്രിട്ടേഷനും കൂടിയുണ്ട്. അപ്പോൾ എന്താണ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുകയാണ് ഡാറ്റ, അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യുകയാണ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദ ടേം ഇന്റർപ്രിട്ടേഷൻ ലിറ്ററലി മീൻസ് ടു എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ്.
അപ്പോൾ നമ്മളൊരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സിംപ്ലിഫൈ ചെയ്യുന്നതിനെ അനാലിസിസ് എന്ന് പറയും. എന്നിട്ട് അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെ ഇന്റർപ്രിറ്റേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അനാലിസിസ് എന്ന് പറഞ്ഞാൽ സിംപ്ലിഫിക്കേഷൻ ഓഫ് ഡാറ്റ, ഇന്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിനിങ് ദ മീനിങ് ഓഫ് ദാറ്റ് ഡാറ്റ. ആ ഡാറ്റയെ സിംപ്ലിഫൈ ചെയ്ത ഡാറ്റയെ നമ്മൾ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെ ഇന്റർപ്രിറ്റേഷൻ എന്ന് പറയാം. ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്, ഇന്റർപ്രിറ്റേഷൻ മീൻസ് എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡാറ്റ സോ സിംപ്ലിഫൈഡ്. അപ്പോൾ അനാലിസിസ് പ്രകാരം നമ്മൾ ഡാറ്റ സിംപ്ലിഫൈ ചെയ്യും. അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത ഡാറ്റയുടെ മീനിങ്ങും സിഗ്നിഫിക്കൻസും എക്സ്പ്ലെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ദാറ്റ് പ്രോസസ് ഈസ് സിംപ്ലി കോൾഡ് ആസ് ഇന്റർപ്രിറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ഇൻ ഷോർട്ട്, ഇന്റർപ്രിറ്റേഷൻ മീൻസ് എക്സ്പ്ലെയിൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് അനാലിസിസ്. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത്, അനാലിസിസിന്റെ ബേസിൽ നമ്മൾ ചെയ്ത ഡാറ്റകളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് ഇന്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ ദ മീനിങ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ഇൻക്ലൂഡ്സ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ പ്രോസസ്. The next one, in the words of Metcalf and Teichert, analyzing financial statement is a process of evaluating the relationship between component parts of financial statement to obtain a better understanding of a firm position and performance. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്ന് പറയുന്നത് it's a process of evaluating the relationship between various parts involved in the financial statement, various components involved in the financial statement. Financial statementil ഉൾപ്പെടുത്ത വേരിയസ് ഐറ്റംസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അതുവഴി നമ്മൾക്ക് ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവും. ഏത് കാര്യത്തിൽ? നമ്മുടെ ഫിനാൻഷ്യൽ റിസൾട്ടിനെ കുറിച്ചും ഫിനാൻഷ്യൽ പൊസിഷനെ കുറിച്ചും ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുന്ന ഐറ്റംസിന്റെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്നതിനെയാണ്, ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്ന് ഇദ്ദേഹം പറയുന്നത്. The next one, the financial statement analysis may be defined as the process of identifying the financial strength and weakness of the firm by establishing the relationship between the items of financial statement. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലുള്ള ഐറ്റംസിന്റെ ബന്ധം പഠിക്കുകയാണ്. അതുവഴി നമുക്ക് ഫിനാൻഷ്യൽ സ്ട്രെങ്ത് എന്താണ്, ഫിനാൻഷ്യൽ വീക്ക്നെസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ഇസ് എ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെട്ട ഓരോ ഐറ്റത്തിനെയും കുറിച്ച് നമ്മൾ വിശദമായ പഠനത്തിന് വിധേയമാക്കുകയാണ്. Okay, to conclude, the financial analysis is also known as analysis and interpretation of financial statement. Then, if there is any difference between analysis and interpretation, both are same. Okay, let us see. Analysis and interpretations are two different processes. ഇത് രണ്ടും different ആയ പ്രോസസ് ആണ്. Analysis refers to the process of simplifying the complex data. Analysis എന്ന് പറയുന്നത് നമ്മുടെ കോംപ്ലക്സ് ആയ ഡാറ്റയെ സിംപ്ലിഫൈ ചെയ്യുന്ന പ്രോസസ് ആണ്. ഇന്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത് അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത ഡാറ്റയ്ക്ക് മീനിങ് നടക്കുക അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. അതാണ് എന്ത് പറയുന്നത്, ഈ ഇന്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കോംപ്ലക്സ് ഡാറ്റയെ സിംപ്ലിഫൈ ചെയ്തു കഴിഞ്ഞാൽ അത് അനാലിസിസ് എന്ന പ്രോസസ് ആകുകയും അങ്ങനെ അനാലിസിസ് പ്രോസസ് വഴി വന്ന സിംപ്ലിഫൈഡ് ഡാറ്റക്ക് മീനിങ്ങും സിഗ്നിഫിക്കൻസും എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾക്ക് ഇന്റർപ്രിറ്റേഷൻ എന്ന് പറയാം. അപ്പോൾ രണ്ടും രണ്ട് തന്നെയാണ്. Analysis and interpretations are interrelated and complementary to each other. അത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് പ്രോസസ്സുകളാണ്. അത് ഒന്നിനോട് കോംപ്ലിമെന്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. This is because interpretation is not possible without analysis, and without interpretation, analysis have no value or meaning. ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ അനാലിസിസ് ഇല്ലെങ്കിൽ നമുക്ക് ഇന്റർപ്രിറ്റേഷൻ നടത്തുവാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ ഇന്റർപ്രിറ്റേഷൻ നടത്തിയില്ലെങ്കിൽ അനാലിസിസിന് ഒരു വാല്യൂ ഇല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഇന്റർപ്രിറ്റേഷൻസ് തുടങ്ങുന്നത് അവിടെ അനാലിസിസ് അവസാനിക്കുന്നു, അല്ലെങ്കിൽ അനാലിസിസ് അവസാനിക്കുന്നിടത്ത് നിന്ന് ഇന്റർപ്രിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്, അതിന്റെ ഈ പറയുന്ന കാര്യത്തിന്റെ പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ കഴിയുന്ന കാര്യങ്ങൾ, ഞാനതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് പോയിന്റ് പറയാം. ടു ഹെൽപ്പ് ഇൻ ഇക്കണോമിക് ഡിസിഷൻ മേക്കിംഗ്, ഓരോ ഐറ്റംസിനെ കുറിച്ച് പഠിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇക്കണോമിക് ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ ആവശ്യമായ ഇൻഫോർമേഷൻ കിട്ടും, അത് ഹെൽപ്പ് ചെയ്യും.
To assess the financial position and financial performance of the business, adinu pattum. To ascertain the operating performance of the business inde operating performance enganeyanennu assess cheyan vendi pattum. To determine the solvency and the liquidity of the business inde solvency endana liquidity endanennu manasilakkan vendite namalku pattum. Adupole thanne solvency ennu paranjal the ability of the firm to meet its long term liability. സാധാരണ രീതിയിൽ സോൾവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമിന് അവരുടെ ലോങ് ടേം ലാബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് സോൾവൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ദ എബിലിറ്റി ടു കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ആയിട്ട് മാറ്റാൻ പറ്റുന്നതിന്റെ എബിലിറ്റിയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് ഇത് വഴി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ടു ഡിറ്റർമിൻ ദ ഡെപ്റ്റ് പേയിങ് കപ്പാസിറ്റി ഓഫ് ദ ഫേം, ഒരു ഫേമിന്റെ ഡെപ്റ്റ് പേയിങ് കപ്പാസിറ്റി എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ടു ജഡ്ജ് ദ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ഫേം, ഇപ്പോഴത്തെയും അതുപോലെ തന്നെ ഭാവിയിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടാവും എന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് വിത്ത് ഹെൽപ്പ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് വഴി പറ്റും. ടു മേക്ക് ഇന്റർ ഫേം കമ്പാരിസൺ നടത്താൻ വേണ്ടി പറ്റും. നമ്മൾ ഫേമുകൾ തമ്മിൽ കമ്പാരിസൺ നടത്താൻ വേണ്ടി പറ്റും. ടു മെഷർ ദ മാനേജറിയൽ എഫിഷ്യൻസി ഓഫ് ദ ഫേമിന്റെ മാനേജറിയൽ എഫിഷ്യൻസി നമുക്ക് മെഷർ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നമുക്ക് പറ്റും. Then to solve the internal problems of the business with the help of financial statement analysis, ബിസിനസിന്റെ അകത്തെ ഇന്റേണൽ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് പ്രകാരം നമുക്ക് പറ്റും. The next one, യൂസസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിന്റെ യൂസസ് എന്ന് നമുക്ക് നോക്കാം. Then നമുക്കറിയാം ഒരുപാട് തരത്തിലുള്ള ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണ് ഇത് ഉപയോഗിക്കുന്നത്. ദാറ്റ് മീൻസ് ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ്, മാനേജ്മെന്റ്, ഗവൺമെന്റ് എക്സെട്ര. ഇതൊക്കെയാണ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്നത്. ഇവരൊക്കെയാണ് ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ചോദിച്ചു കഴിഞ്ഞാലും നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് തന്നെ എഴുതാം. ഇനി നമുക്ക് അതിൽ ഓരോ ആൾക്കാരും എന്താണ് സംഭവം, എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് അവർക്ക് ഹെൽപ്ഫുൾ ആവുന്നത് നോക്കാം. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞ റിയൽ ഓണർ ആണ് ഓർഗനൈസേഷന്റെ. ദേ ഇൻവെസ്റ്റ് ദെയർ മണി ഇൻ ടു ദ ബിസിനസ്. They are interested in the safety of their investment, return on their investment, and growth prospects of the business. Financial analysis helps to shareholders understand the profitability, growth potential, etc. of the company. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ആണ് ഒരു ബിസിനസിന്റെ റിയൽ ഓണർ എന്ന് പറയുന്നത്. അവരാണ് ബിസിനസ്സിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ റിട്ടേൺ പ്രതീക്ഷിക്കുന്നുണ്ടാവും, അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ സേഫ്റ്റി അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ അവർ ബിസിനസിന്റെ ഗ്രോത്ത് എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് നടക്കുകയാണെങ്കിൽ അവർക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുവഴി അവർക്ക് പ്രോഫിറ്റബിലിറ്റിയും അതുപോലെ തന്നെ പൊട്ടൻഷ്യലും ഗ്രോത്തും കമ്പനിയുടെ ഗ്രോത്ത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ് അവിടെ കറക്റ്റായ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് നടത്തുന്നുണ്ടെങ്കിൽ അതിനൊരു റിപ്പോർട്ട് ഉണ്ടാവും. അതുവഴി അവർക്ക് അതൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. The next one, importance to creditors. Creditors എന്ന് പറയുന്നത് ബിസിനസ്സിന് പണം തരുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഡാറ്റാസ് ഒക്കെ കാണുമ്പോൾ അവർക്കറിയാം ഒരു ഓർഗനൈസേഷന് നമ്മൾ കടം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അവർക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുമോ, ഡെപ്റ്റ് പേയിങ് കപ്പാസിറ്റി ഒക്കെ ഇവിടുന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അത്തരത്തിൽ തിരിച്ചു തരാൻ പ്രാപ്തിയുള്ള ബിസിനസ്സിന് മാത്രമേ അവർ കടം കൊടുക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഓർഗനൈസേഷന്റെ ലിക്വിഡിറ്റി, സോൾവൻസി, ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഇതിനെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ കിട്ടും. അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്ന് പറയുന്നത് അവർക്ക് കടം കൊടുക്കുമ്പോൾ. The next one, importance to management. മാനേജ്മെന്റിന് എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? മാനേജ്മെന്റിന് പല കാര്യങ്ങളിലും ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുന്നത് അല്ലെങ്കിൽ ബിസിനസിന്റെ ഓവറോൾ പെർഫോമൻസിനെ കുറിച്ചൊക്കെ അവർക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ വിത്ത് ഹെൽപ്പ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് വഴിയാണ്. അതുവഴി ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഫേമിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുവാനും അവരുടെ ഫിനാൻഷ്യൽ സൗണ്ട്നെസ് കീപ്പ് ചെയ്യാനൊക്കെ അവർക്ക് പറ്റും എന്ന് പറയാം. അതിന് ഒരുപാട് തരത്തിലുള്ള ടൂൾ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ആവുമ്പോൾ ഓർഗനൈസേഷനിലെ മാനേജ്മെന്റിന് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ ആവശ്യമായ നല്ല ഇൻഫോർമേഷൻ തന്നെ ആർക്ക് കിട്ടും? മാനേജ്മെന്റിന് കിട്ടും. നമുക്ക് ഇന്റർ ഫേം കമ്പാരിസൺ നടത്തുന്ന പോലെ തന്നെ ഇൻട്രാ ഫേം കമ്പാരിസൺ കൂടി നടത്താൻ പറ്റും. അതായത് വിത്തിൻ ദ ഓർഗനൈസേഷന്റെ അകത്ത് തന്നെ പല ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ പല സെക്ഷനുകൾ നമ്മൾ കമ്പാരിസൺ നടത്താൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഇഫ് ദർ ഇസ് എനി മിസ്റ്റേക്ക് ഇൻ ദർ സെർട്ടൻ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ there is a need of certain necessary actions. അപ്പോൾ അവിടെ ചിലപ്പോൾ അവിടെ നെസസറി ആക്ഷൻസ് എടുക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് ഇതുവഴി ചെയ്യുവാൻ വേണ്ടി പറ്റുന്നതാണ്.
അപ്പോൾ ഇതൊക്കെ മാനേജ്മെന്റിനെ ഹെൽപ്ഫുൾ ആണ്. ദെൻ ഇമ്പോർട്ടൻസ് ടു എംപ്ലോയി ആൻഡ് ട്രേഡ് യൂണിയൻ. ട്രേഡ് യൂണിയനെ എംപ്ലോയീസിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ത്രൂ ദ ഫിനാൻഷ്യൽ അനാലിസിസ് ഇറ്റ് പോസിബിൾ ടു എംപ്ലോയീസ് ടു ട്രേഡ് യൂണിയൻസ് ടു അസസ് ദ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഓഫ് ദ എന്റർപ്രൈസസ്. അപ്പോൾ ഒരു എംപ്ലോയീസിന് അല്ലെങ്കിൽ ട്രേഡ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അവർ കൃത്യമായ റിപ്പോർട്ട് കിട്ടും. എത്രയാണ് ഓർഗനൈസേഷന്റെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്താണെന്നൊക്കെ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ അവരുടെ റെമ്യൂണറേഷന് വേണ്ടി ബാർഗെയിൻ ചെയ്യാം, അവരുടെ ഫെസിലിറ്റിക്ക് വേണ്ടി ബാർഗെയിൻ ചെയ്യാം, ഈ പറഞ്ഞ ബെറ്റർ കണ്ടീഷൻ ഉണ്ടാക്കി തരാൻ വേണ്ടി പറയാൻ പറ്റും. അപ്പൊ ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അത്രയും ഹെൽപ്ഫുൾ ആയ കാര്യങ്ങളാണ്. Then, what are the importance of government? Through financial analysis, the government can collect vital information about the business organization. Business organization ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇൻഫോർമേഷൻ ഒക്കെ ഗവൺമെന്റിന് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇഫ് ദർ ഇസ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് അതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഓർഗനൈസേഷന്റെ ടാക്സ് പിടിക്കുന്ന കാര്യങ്ങളിലൊക്കെ അവർക്ക് ഈ പ്രോഫിറ്റബിലിറ്റി ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ടാക്സ് തട്ടിപ്പ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ വിശദമായ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഗവൺമെന്റ് വേണമെങ്കിൽ അവരുടെ പോളിസിയിലും പ്ലാൻസിലും ആനുവൽ ബഡ്ജറ്റിലൊക്കെ അനുസരിച്ച് കാര്യങ്ങൾ നീക്കുവാൻ വേണ്ടി പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പോളിസി ഫോർമുലേറ്റിംഗിലും അതേപോലെ ടാക്സേഷൻ പോളിസിയിലും മോണിറ്ററി പോളിസി, ട്രേഡ് പോളിസി, ഈ പറഞ്ഞ പോളിസിക്ക് അവർക്ക് എന്താ പറയണ്ടേ ഉണ്ടാക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ അത് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻ അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിന്റെ യൂസസ് അല്ലെങ്കിൽ നീഡ് ഓർ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ. The next one, types of financial statement analysis അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അനാലിസിസ്. ഫിനാൻഷ്യൽ അനാലിസിസ് എത്ര തരത്തിലാണുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ financial statement analysis broadly classified into three ways, that is on the basis of material used, on the basis of objective, on the basis of modes of operation. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അനാലിസിസിന്റെ ടൈപ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ 3 തരത്തിലാണ്. അതായത് ഒന്ന് ഓൺ ദ ബേസ് ഓഫ് മെറ്റീരിയൽ, എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നു, എങ്ങനെയാണ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചും, അതുപോലെ ഓൺ ദ ബേസ് ഓഫ് ഒബ്ജക്റ്റീവിന്റെ അനുസരിച്ചും നമ്മൾ തരംതിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ അനുസരിച്ചും നമ്മൾ തരംതിരിക്കുന്നുണ്ട്. ദെൻ ഫസ്റ്റ് കേസ് on the basis of material used. On the basis of material used, the financial statement analysis can be two types, again classified into two, that is external analysis and internal analysis. അപ്പോൾ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിന് 2 തരത്തിൽ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതൊന്ന് എക്സ്റ്റേണൽ അനാലിസിസും ഒന്ന് ഇന്റേണൽ അനാലിസിസും. രണ്ടും പേരിൽ തന്നെ നമ്മൾക്കുണ്ട്. അപ്പോൾ എന്താണ് എക്സ്റ്റേണൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, this type of analysis done by those who are outside the business. The outsiders are investors, creditors, government, etc. External analysis is based on the published or financial statement. Well, external analysis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നത് this activity is done by the outside peoples. ഓർഗനൈസേഷന്റെ അല്ല ഔട്ട്സൈഡ് ദ ബിസിനസിന്റെ പുറത്തു നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബിസിനസിന്റെ അകത്തല്ല, ബിസിനസിന് പുറത്തു നിന്ന് ആണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഔട്ട്സൈഡേഴ്സ്, ഫോർ എക്സാമ്പിൾ ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെന്റ്സ്. ഇത്തരത്തിലുള്ള ആൾക്കാരുകൾ ചെയ്യുന്ന ബിസിനസിന് പുറത്ത് വെച്ച് നടത്തുന്ന അനാലിസിസിനെയാണ് എക്സ്റ്റേണൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ അവരുടെ സോഴ്സ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് പബ്ലിഷ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അത് ഉപയോഗിച്ചാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. The next one, internal analysis. Internal analysis done within the organization. The work done by within the organization. That means it is done for the internal purpose of the organization. This is undertaken by the management or the persons appointed by the management. അപ്പോൾ മാനേജ്മെന്റോ അല്ലെങ്കിൽ മാനേജ്മെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന പേഴ്സൺസ് ആണ് ഈ പറയുന്ന അനാലിസിസ് നടത്തുന്നത്. അത് നടക്കുന്നത് വിത്തിൻ ദ ഓർഗനൈസേഷന്റെ അകത്ത് നിന്നാണ്. അപ്പോൾ അവിടെ സോഴ്സ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ റെക്കോർഡ്സ് ആണ്. ഓർഗനൈസേഷൻ റെക്കോർഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ദേ ആർ നോട്ട് പബ്ലിഷ്ഡ്. അത് ചിലപ്പോൾ പബ്ലിഷ്ഡ് ഡാറ്റ ആയിരിക്കണമെന്നില്ല. ബിസിനസിന്റെ അകത്തുള്ള റെക്കോർഡുകൾ നോക്കിക്കൊണ്ട് ബിസിനസിന്റെ അകത്ത് ചെയ്യുന്ന അനാലിസിസ് ആണ് ഇന്റേണൽ അനാലിസിസ് എന്ന് പറയുന്നത്. This work is done for the purpose of making a better decision. ഒരു നല്ലൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്നത്. Then on the basis of objectives, on the basis of objective, they again classified into two categories, that is short term analysis and long term analysis. ഒബ്ജക്റ്റീവിന്റെ അടിസ്ഥാനത്തിലും നമ്മൾക്ക് ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിനെ 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. അതായത് ഒന്ന് ഷോർട്ട് ടേം അനാലിസിസും ഒന്ന് ലോങ് ടേം അനാലിസിസും.
എന്താണ് ഷോർട്ട് ടേം അനാലിസിസ്? ഇറ്റ് മെയ്ഡ് ടു ഡിറ്റർമിൻ ദ ഷോർട്ട് ടേം സോൾവൻസി, ലിക്വിഡിറ്റി ആൻഡ് ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്. ബിസിനസിന്റെ ചുരുങ്ങിയ കാലത്തേക്കുള്ള ഷോർട്ട് സോൾവൻസിയും അതുപോലെ തന്നെ ലിക്വിഡിറ്റി പൊസിഷനും ഏർണിംഗ് കപ്പാസിറ്റി എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷോർട്ട് ടേം അനാലിസിസ് നടക്കുന്നത്. ദ പർപ്പസ് ഓഫ് ദിസ് അനാലിസിസ് നോ വെദർ ദ ബിസിനസ് വിൽ ഹാവ് ആഡിക്വേറ്റ് ഫണ്ട്സ് അവൈലബിൾ ഫോർ ഇറ്റ്സ് ഷോർട്ട് ടേം റിക്വയർമെന്റ്. ബിസിനസിന്റെ ഷോർട്ട് ടേം റിക്വയർമെന്റ് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഷോർട്ട് ടേം നീഡ്സ് അച്ചീവ് ചെയ്യാൻ ആവശ്യമായ ഫണ്ട് ബിസിനസ്സിലുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഷോർട്ട് ടേം അനാലിസിസ് നടക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് നമുക്ക് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഷോർട്ട് ടേം റിക്വയർമെന്റ് അല്ലെങ്കിൽ ഷോർട്ട് ടേം നീഡ്സും അതുപോലെ തന്നെ ലോങ് ടേം നീഡ്സ് ഉണ്ടാവും. അപ്പോൾ ഷോർട്ട് ടേം നീഡ്സ് അല്ലെങ്കിൽ ഷോർട്ട് ടേം റിക്വയർമെന്റ് അച്ചീവ് ചെയ്യാൻ ആവശ്യമായ അവൈലബിൾ ഫണ്ട് ബിസിനസ്സിനകത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷോർട്ട് ടേം അനാലിസിസ് നടക്കുന്നത്. അതായത് ഷോർട്ട് ടേം സോൾവൻസി പൊസിഷൻ, ലിക്വിഡിറ്റി പൊസിഷൻ, ഏർണിംഗ് കപ്പാസിറ്റി, ഇതൊക്കെയാണ് അതിൽ നമ്മൾ അനാലിസിസ് നടത്തുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ലോങ് ടേം അനാലിസിസ്. This analysis is made to determine the long-term solvency, stability and future earning capacity of the business. ഇവിടെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്ന എന്താണ്? ലോങ് ടേം സോൾവൻസിയും അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി, ഫ്യൂച്ചർ ഏർണിംഗ് കപ്പാസിറ്റി, ഭാവിയിലേക്ക് എത്ര ഏർണിംഗ് കപ്പാസിറ്റി ഉണ്ടാവും, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത്. The purpose of this analysis is to know whether the business will be able to earn sufficient amount of rate of return investment in the long run. അതായത് ഭാവിയിലേക്ക് ഈ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അതിന് സഫീഷ്യന്റ് ആയ റിട്ടേൺ ബിസിനസ്സിന് കിട്ടുമോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ലോങ് ടേം അനാലിസിസ് നടത്തുന്നത്. അതായത് ഭാവിയിലേക്ക് ഇങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാവുമോ അല്ലെങ്കിൽ നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് ഭാവിയിലേക്ക് റിട്ടേൺ ലഭിക്കുമോ, സഫീഷ്യന്റ് എമൗണ്ട് ലഭിക്കുമോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് എ ലോങ് ടേം പ്രോസസ് ആണ്. അതുകൊണ്ടാണ് അതിനെ ലോങ് ടേം അനാലിസിസ് എന്ന് പറയുന്നത്. ഇവിടെ ഒബ്ജക്റ്റീവ് പറഞ്ഞാൽ ലോങ് ടേം ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ the types of financial statement analysis on the basis of objectives. The next one, on the basis of modes of operation. On the basis of modes of operations, the financial statement analysis is again classified into two categories, that is horizontal analysis and vertical analysis. Horizontal and vertical analysis. Then first one, horizontal analysis. When financial statement for a number of years are analyzed, the analysis is called horizontal analysis. അപ്പോൾ ഒറിസോണ്ടൽ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ അനലൈസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്പർ ഓഫ് ഇയേഴ്സിന്റെ ആണെങ്കിൽ, അത് ഒരുപാട് വർഷത്തേക്കുള്ള അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് അനാലിസിസ് ഈസ് കോൾഡ് horizontal analysis. In short, analyzing the financial statement over a period of time. അതായത് നമ്മൾ അനലൈസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ആണ്. അതുകൊണ്ടാണ് അതിനെ ഒറിസോണ്ടൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദി സ്റ്റഡി പ്രോഫിറ്റബിലിറ്റി ഓഫ് ട്രെൻഡ്സ് ഓഫ് എ പീരീഡ് ഓഫ് 5 years ഓർ 10 years. നമ്മൾ ഒരു 10 വർഷത്തെ അല്ലെങ്കിൽ 5 വർഷത്തെ പ്രോഫിറ്റബിലിറ്റിയുടെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അനാലിസിസ് നടത്തുകയാണെങ്കിൽ ദാറ്റ് അനാലിസിസ് കോൾഡ് ഒറിസോണ്ടൽ അനാലിസിസ് ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് ലാർജ് നമ്പർ ഓഫ് periods or large number of years. Then it's also known as a dynamic analysis. ഇതിനെ ഡൈനാമിക് അനാലിസിസ് എന്നും കൂടി പറയും. ഓക്കെ, ഇതിന് സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ കമ്പാരിറ്റീവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രെൻഡ് അനാലിസിസ്, ഈ പറയുന്ന കാര്യങ്ങളാണ് സാധാരണ ഇതിന് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ അനാലിസിസ് സിംപ്ലി മീൻസ് അനാലിസിസ് ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ്. അനാലിസിസ് ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. Then അപ്പൊ എന്തായിരിക്കും വെർട്ടിക്കൽ? അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ദിസ് റിഫേഴ്സ് ടു സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ഓഫ് വേരിയസ് ഐറ്റംസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫോർ എ വൺ അക്കൗണ്ടിങ് ഇയർ. അപ്പോൾ വെർട്ടിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്കൗണ്ടിംഗ് പീരീഡിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെട്ട വേരിയസ് ഐറ്റംസിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി നടത്തുകയാണെങ്കിൽ അതിനെയാണ് വെർട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് വർഷമില്ല, ഒരു അക്കൗണ്ടിംഗ് ഇയറേ ഉള്ളൂ, പക്ഷെ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ അകത്തുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ആ ഒരുപാട് ഐറ്റംസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു അല്ലെങ്കിൽ സ്റ്റഡി നടത്തുന്നു. വാട്ട് ആർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വൺ ഐറ്റംസ് ടു അനദർ, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനെ വെർട്ടിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞ് ഒരു വർഷത്തെ മാത്രമാണ് അവിടെ ഉണ്ടാകുന്നത്. In the vertical analysis, the relation between two figures of a single statement, ഒരു സ്റ്റേറ്റ്മെന്റിൽ രണ്ട് ഫിഗേഴ്സ് തമ്മിൽ നമ്മൾ അത് ഒരേ വർഷത്തിന് രണ്ട് ഫിഗേഴ്സ് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യും. അങ്ങനെയാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ബാലൻസ് ഷീറ്റിലെ കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റിയും നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഇതിനൊക്കെയാണ് വെർട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് എ സ്റ്റാറ്റിക് അനാലിസിസ്. ഇതൊരു സ്റ്റാറ്റിക് അനാലിസിസ് ആണെന്ന് പറയാം വെർട്ടിക്കൽ അനാലിസിസ്. ഇവിടെ സാധാരണ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് കോമൺ സൈസ് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അക്കൗണ്ടിംഗ് റേഷ്യോ. ഇതാണ് ഇതിവിടെ സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്ന
ടെക്നിക്ക് എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾ ദ ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് broadly classified into 3 major heads. Then again the major heads classified into again 2 categories. Okay. Then what are the difference between horizontal analysis and vertical analysis? Horizontal analysisum അതുപോലെ തന്നെ vertical analysisum തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് horizontal analysis ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് vertical analysis എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, horizontal analysis. It requires comparative financial statement for a certain number of years. ഇവിടെ horizontal analysis നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരുപാട് വർഷത്തെ വേണ്ടി വരും, ചിലപ്പോൾ 4-5 ഇയറിന്റെ. അപ്പോൾ ഒരുപാട് വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ആവശ്യമുള്ളത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് വെർട്ടിക്കൽ അനാലിസിസ് ഇറ്റ് ഇൻവോൾവ്സ് ഓൺലി വൺ അക്കൗണ്ടിംഗ് ഇയർ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ നമുക്ക് ഒരു അക്കൗണ്ടിംഗ് ഇയറിന്റെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ആവശ്യമുള്ളൂ. ദെൻ horizontal analysis deals with the same item on different period. ഇവിടെ നമ്മൾ ഒരേ ഐറ്റം തന്നെ ഡിഫറെന്റ് പീരീഡിലേക്കാണ്. ഇപ്പോൾ കറണ്ട് അസെറ്റ് 2005, 2006, 2007, 2008 അങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. പക്ഷേ വെർട്ടിക്കൽ അനാലിസിസിൽ ഇങ്ങനെ ഡിഫറെന്റ് ഐറ്റംസ് ഓഫ് എ സെയിം പീരീഡ്, ഇപ്പൊ 2005 കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റി തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ അനാലിസിസിൽ ഡീൽസ് വിത്ത് same item of different period, but in the case of vertical analysis different items in the same period. Okay, then third one, provide information to absolute figures and percentage. ഇവിടെ നമ്മൾ absolute figuresും അതുപോലെ തന്നെ percentageും ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ provide information on percentage, ഇവിടെ percentageൽ മാത്രമേ കാണിക്കുന്നുള്ളൂ, ഇവിടെ figuresലും കൂടി കാണിക്കുന്നുണ്ട്. then അതുപോലെ horizontal analysis generally used for time series analysis ആണ്. ടൈം സീരീസ് അനാലിസിസിലാണ് നോക്കുന്നത്, ഒരുപാട് വർഷം ഉണ്ടായതുകൊണ്ട് തന്നെ. ഇവിടെ ഇന്റർഫേം അനാലിസിസ്, ഫേമിനകത്ത് തന്നെ വേരിയസ് ഐറ്റംസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ഡൈനാമിക് അനാലിസിസ് ആണ്, ഇത് സ്റ്റാറ്റിക് അനാലിസിസ് ആണ്. ദാറ്റ്സ് ഓൾ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ അനാലിസിസ് ആൻഡ് വെർട്ടിക്കൽ അനാലിസിസ്. അപ്പോൾ ഇതൊക്കെയാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ആമുഖമായിട്ട് പറയാനുള്ള കുറച്ച് തിയറീസ്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. തിയറീസ് ഒക്കെ സാധാരണ രീതിയിൽ ചോദിക്കാറുണ്ട്, അപ്പോൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ടേമിനെ കുറിച്ചോ അല്ലെങ്കിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചോ ഡൗട്ട് ഉണ്ടെങ്കിൽ വിശദമായിട്ട് നിങ്ങൾ അത് കമന്റ് ചെയ്യുക, അതല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റുള്ള വിഷയവുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.